ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അഥവാ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ BA BEd BSc BEdുമാണ് നിലവിലുള്ളത് എന്ന കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടായിരിക്കും, എവിടെയാണ് കേരളത്തിൻ്റെ അടുത്തുള്ള സൗത്തിലൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെയാണ് അവിടെ കൊടുക്കുന്ന BEdകൾ, BSc BEd ആണോ BA BEd ആണോ, അതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ എന്ന കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ടായിരിക്കും. മാത്രമല്ല, ആ വിഷയങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ NCET എക്സാമിന് ഏതൊക്കെ വിഷയങ്ങളാണ് എഴുതേണ്ടത് എന്നും ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. ആ കാര്യങ്ങൾ ഇന്ന് കംപ്ലീറ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയും. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ CUET NCET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സലൻ്റ് ആപ്ലിക്കേഷൻ എജ്യൂബിൾസ് ലേണിംഗ് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ തന്നെ നമ്മുടെ അഡ്മിഷൻ, നമ്മുടെ NCET CUET ലോങ് ബാച്ചും അതുപോലെ തന്നെ ഇപ്പം ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ BEd ആണ് നിലവിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 2 BEdകളും അവിടെ കൊടുക്കുന്നുണ്ട്. BSc BEdും BA BEdും. അവിടെ നിലവിലില്ലാത്തത് ഒരു BEd മാത്രമാണ്, BCom BEd മാത്രമാണ് അവിടെ ഇല്ലാത്തത്. ഓക്കെ, നമുക്ക് BSc BEഡിൻ്റെയും BA BEഡിലും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം അവിടെ BSc BEഡിൽ 50 സീറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം BSc BEഡിന് 50 സീറ്റുകളാണ് അവിടെ. BSc BEഡിൽ അവർ കൊടുക്കുന്നത് 3 സബ്ജക്റ്റുകൾ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ BSc BEഡിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ BSc BEഡിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഈ 3 നിങ്ങൾ ഏതാണോ BSc BEd കെമിസ്ട്രിയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc BEd ഫിസിക്സും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc BEd മാത്തമാറ്റിക്സും ചൂസ് ചെയ്യാം. ഇത് 3ഉം അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സിസ്റ്റം എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടേക്ക് അഡ്മിഷൻ, നിങ്ങൾ അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ NCET എക്സാം എഴുതിയിട്ട് നിങ്ങൾ അപ്ലൈ കൊടുക്കുമ്പോൾ 3നും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. 3നും അഥവാ BSc BEഡിനാണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അപ്ലിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചാൽ, അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ്, നിങ്ങൾ ഓരോ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നത്. അഥവാ നിങ്ങൾക്ക് BSc BEഡിന് അവിടെ മൊത്തമായിട്ട് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമാണ് ആ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മേജർ സബ്ജക്റ്റായി ചൂസ് ചെയ്തിട്ട് അതിലെ BEഡും BA BSc നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ 3 BSc BEഡിന് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അവർ പറയുന്നതെന്നും. 50 സീറ്റാണ് അവരവിടെ കൊടുക്കുന്നത്. ഈ 50 സീറ്റിന് അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് നിങ്ങൾ +2-ൽ 50% മാർക്കോട് കൂടെ പാസ്സായിരിക്കണം. കൂടാതെ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും നിങ്ങൾ +2-ൽ പഠിച്ചിരിക്കുകയും വേണം. ഓക്കെ, ഈ കാര്യമാണ് അവർ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇനി NCET എക്സാമിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എഴുതേണ്ടതെന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം NCET എക്സാമിൽ 4 സെക്ഷനായിട്ടാണ്. ഒന്നാമത്തെ സെക്ഷന് ലാംഗ്വേജ് ആണ് വരുന്നത്. ഒന്നാമത്തെ സെക്ഷൻ ലാംഗ്വേജ്, രണ്ടാമത്തത് വരുന്നത് ഡൊമൈൻസ്, മൂന്നാമത്തത് ജനറൽ, നാലാമത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് NCET എക്സാമിന് എഴുതാനുണ്ടാവുക. ഇതിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ, നിങ്ങൾ BSc BEഡിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ എഴുതണം എന്നുള്ളതാണ്. നമുക്കറിയാം മൊത്തം NCETയിൽ 7 പേപ്പറുകളാണ് എഴുതേണ്ടത്. ലാംഗ്വേജിൽ 2 എണ്ണം, ഡൊമൈൻസിൽ 3 എണ്ണം, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പേപ്പറാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പേപ്പറാണ്. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് 7 പേപ്പറാണ്. അപ്പോൾ അതിൽ ഇവരെന്തൊക്കെയാണ് എഴുതാൻ പറയുന്നത് നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് സെക്ഷൻ 1-ൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ആൻഡ് എനി അതർ ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇവർ പറയുന്നത് ലാംഗ്വേജ് 2 എണ്ണം ചൂസ് ചെയ്യുന്നതിൽ ഒന്ന് നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ആയിരിക്കണം. നിങ്ങൾ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതിൽ ഒന്ന് നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ആയിരിക്കണം. രണ്ടാമത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ പറയുന്നത് സെക്ഷൻ 2-ലേക്ക് ഡൊമൈൻസിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് PCM ആണ്.
PCM നിർബന്ധമായിട്ട് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും തന്നെ എഴുതിയിരിക്കണം. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാനാവില്ല. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എന്നാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മൂന്നും എഴുതിയാൽ മാത്രമേ അപ്പം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുള്ളൂ. പിന്നെ എന്ത് എഴുതണം? ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും നിർബന്ധം എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്റ്റ് ചെയ്യാനുള്ള ചോയ്സിന് ഒരൊറ്റ ഓപ്ഷനുള്ളൂ. ഇംഗ്ലീഷ് അല്ലാത്ത രണ്ടാമത്തെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ബാക്കിയൊന്നും BSc B.Ed നിങ്ങൾക്ക് ചൂസ് ചെയ്യാനില്ല. അവർ പറഞ്ഞത് തന്നെ ചൂസ് ചെയ്യണം. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഡൊമൈൻസ് ആയിട്ടും ലാംഗ്വേജസിൽ ഇംഗ്ലീഷും പിന്നെ രണ്ടാമത്തത് നിങ്ങൾക്ക് ഓപ്ഷനുള്ളൂ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ആപ്റ്റിറ്റ്യൂഡും എഴുതണം. ഇത് മൂന്നും നിങ്ങൾ ഈ 3 ഡൊമൈൻസും ഈ 2 ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഈ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ BSc B.Ed അവിടെ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ ആ അഡ്മിഷൻ കിട്ടിയ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫിസിക്സിലേക്ക് നിങ്ങൾക്ക് വേണം BSc B.Ed ഫിസിക്സ് ചൂസ് ചെയ്യാം, BSc B.Ed കെമിസ്ട്രി ചൂസ് ചെയ്യാം, BSc B.Ed മാത്സ് ചൂസ് ചെയ്യാം. അങ്ങനെയാണ് അവിടെ വരുന്നത്. അല്ലാതെ ആദ്യമേ അപ്ലൈ ചെയ്യുന്നതിൻ്റെ നിങ്ങൾ BSc B.Ed ഫിസിക്സ് മാത്രമേ നോക്കുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എഴുതണം. കാരണം നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ട് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടേ അതിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ അവർ വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് BSc B.Ed കാര്യം വരുന്നത്. 50 സീറ്റാണ് മൊത്തം. അപ്പം ഒരു തുല്യമായിട്ടുള്ള അനുപാതമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അവിടെ അഡ്മിഷൻ ലഭിച്ചാലാണ് നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ ക്രൈറ്റീരിയക്ക് പോകാനാവുക. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. BA B.Ed ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ BA B.Ed എന്താണ് ക്രൈറ്റീരിയ എന്ന് നമുക്ക് നോക്കാം. BA B.Ed വരുമ്പോൾ മൊത്തം 50 സീറ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. BA B.Ed അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 3 ടോപ്പിക്സ് ആണ്. 3 വിഷയത്തിൽ BA B.Ed അവർ അവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തത് നമുക്കറിയാം BA B.Ed ഇംഗ്ലീഷ്, രണ്ടാമത്തത് BA B.Ed ഹിസ്റ്ററി, മൂന്നാമത്തെ അവർ കൊടുക്കുന്നത് BA B.Ed എക്കണോമിക്സ് ആണ്. ഇത് 3 B.Edകളും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3ലേക്കും സെപ്പറേറ്റ് അല്ല അഡ്മിഷൻ. ആദ്യം 50 ആളുകൾ മൊത്തം എടുത്തിട്ട് ആ 50 ആളുകൾക്ക് കിട്ടിയ 50 ആളുകൾ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ കുട്ടികളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് BA B.Ed ഇംഗ്ലീഷ് എടുക്കാനാണെങ്കിൽ പോലും ആദ്യം നിങ്ങൾക്ക് BA B.Ed അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെന്താ അവർ പറയുന്നത് വെച്ചാൽ +2 50% മാർക്ക് വേണം. പിന്നെ +2 നിങ്ങൾ എന്തായാലും പൊളിറ്റിക്കൽ സയൻസോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എക്കണോമിക്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അവർ ക്രൈറ്റീരിയ പറയുന്നത്. അല്ലെങ്കിൽ തമിഴോ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ BA B.Ed അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അവർ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ പറഞ്ഞല്ലോ ലാംഗ്വേജ് ഡൊമൈൻസ് ഇതിലേതാണ് എഴുതേണ്ടതെന്ന് അവർ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് എനി അതർ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ BSc B.Ed പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് ഫസ്റ്റ് എന്തായാലും ഇംഗ്ലീഷ് എടുക്കണം. പിന്നെ രണ്ടാമത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആവാം. പക്ഷെങ്കിൽ പെഡഗോളജിക്കൽ സബ്ജക്റ്റ് ഇൻ തമിഴ് ദ കാൻഡിഡേറ്റ് ഹാസ് സെലക്ട് തമിഴ് ലാംഗ്വേജ് ഫോർ ലാംഗ്വേജ് 2. ഓക്കെ, ഇത് പെഡഗോളജിക്കലായിട്ട് നിങ്ങൾ തമിഴ് പഠിക്കുന്ന അങ്ങനത്തെ ആളുകളുണ്ട്. അവർ നിർബന്ധമായും സെക്കൻഡ് ലാംഗ്വേജ് തമിഴ് തന്നെ സെലക്ട് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഡൊമൈൻസിലേക്ക് ഏതൊക്കെ എടുക്കണം എന്നാണ് നോക്കുമ്പം അവർ പറയുന്നത് ഈതർ പൊളിറ്റിക്കൽ സയൻസ് ഓർ എനി അതർ ഡൊമൈൻ സബ്ജക്ട് അവൈലബിൾ ഇൻ NCERT അണ്ടർ സെക്ഷൻ 2 ഇൻ അഡീഷൻ ടു എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി as ഡൊമൈൻ സബ്ജക്ട് ഫോർ BA B.Ed പ്രോഗ്രാം. ഹിസ്റ്ററിയും എക്കണോമിക്സും നിർബന്ധമായും എഴുതിയിരിക്കണം. മൂന്നാമത്തത് പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതും എടുക്കാം. അതാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഹിസ്റ്ററിയും എക്കണോമിക്സും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. മൂന്നാമത്തെ ഡൊമൈൻ ചൂസ് ചെയ്യുന്നതിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസ് അവർ തരുന്നു. അത് വേണമെങ്കിൽ പൊളിറ്റിക്സ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കാം. ഓക്കെ, NCERT എക്സാമിന് എഴുതുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. കാരണം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് BA B.Ed ഇംഗ്ലീഷും ഹിസ്റ്ററിയും എക്കണോമിക്സും ആണ്. അവർ ഓരോന്നിനേക്കും അല്ല അഡ്മിഷൻ എടുക്കുന്നത്, മൊത്തം BA B.Edനേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പം അവർ ഇത് 3 എഴുതിയ കുട്ടികൾക്ക് അവിടെ ജോയിൻ ചെയ്താൽ അവർക്ക് ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് പോകാനാവുള്ളൂ. അപ്പോൾ നിങ്ങൾ BA ഇംഗ്ലീഷിനുള്ള ക്രൈറ്റീരിയ മാത്രം ഫുൾഫിൽ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെയൊക്കെ പോണ്ടിച്ചേരിയിലേക്ക് അങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ വെറും ആ കോഴ്സിന് വേണ്ടി മാത്രമാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. പക്ഷേങ്കിൽ പോണ്ടിച്ചേരിയിലേക്ക് BA B.Ed മൊത്തമായിട്ടാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിഷയം വരുമ്പോൾ. ഓക്കെ, നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോകാവുന്നതാണ്. അടുത്തത് പറയുന്നത് വേറെ എന്തൊക്കെയാണ് അവിടെ ജനറൽ ക്രൈറ്റീരിയ ഉള്ളത്. അത് എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഓൾമോസ്റ്റ് ഉള്ള ക്രൈറ്റീരിയകൾ തന്നെയാണ് പോണ്ടിച്ചേരിയും പറയുന്നത്. നിങ്ങൾ +2 10+2 സിസ്റ്റത്തിൽ പഠിച്ചിരിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റേറ്റോ CBSE ഏതെങ്കിലും ആയിരിക്കണം.
പിന്നെ പറയുന്നത് നിങ്ങൾ റിസൾട്ട് അവൈറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമ്മളങ്ങനെയാണല്ലോ, +2 എക്സാം എഴുതുമ്പോൾ നമുക്ക് റിസൾട്ട് ആവുന്നതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ. ഓക്കെ, NCETക്ക് അപ്ലൈ ചെയ്യും. പക്ഷെങ്കിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ട് അവർ എപ്പോഴാണോ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റോ സർട്ടിഫിക്കറ്റോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ആയി പോകും. അതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. മൂന്നാമത്തെ, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സെക്യൂർഡ് മിനിമം 50% ഓഫ് മാർക്സ് ഇൻ ദർ ക്വാളിഫിക്കേഷൻ ഫോർ അഡ്മിഷൻസ്. ഓക്കെ, അതിൽ പറയുന്നത് നമുക്കറിയാം ITB പ്രോഗ്രാമിന് എവിടെയും നിങ്ങളുടെ +2 മാർക്കല്ല പരിഗണിക്കുക, നിങ്ങളുടെ NCET സ്കോർ എത്രയാണോ അത് തന്നെയാണ് പരിഗണിക്കുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെങ്കിൽ പോലും +2 നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. +2 50% മാർക്ക് സെക്യൂർ ചെയ്തവർക്കേ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 50% മാർക്ക് +2 നിർബന്ധമാണ്. എന്നിട്ട് NCET എക്സാം എഴുതിയിട്ട് NCETയുടെ സ്കോറാണ് പരിഗണിക്കുക. അതിൽ തന്നെ പറയുന്നത് എലിജിബിലിറ്റി മാർക്സ് വിൽ നോട്ട് ബി റൗണ്ട് ഓഫ്. ഇപ്പോൾ ഒരാൾക്ക് 49.999% മാർക്ക് ഉണ്ട്, എന്നാൽ പോലും അത് റൗണ്ടായിട്ട് 50 കൂട്ടില്ല. നിങ്ങൾക്ക് 50% മാർക്ക് തന്നെ വേണം. പിന്നെ ഓൾ അഡ്മിഷൻ പ്രൊവിഷണൽ സബ്ജക്ട് വെരിഫിക്കേഷൻ ഓഫ് റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് നോംസ്. അത് സിമ്പിളാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെ അഡ്മിഷൻ കിട്ടിയാലും കറക്റ്റ് സമയത്ത് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അഡ്മിഷൻ എന്താവുള്ളൂ, പ്രൊവിഷണലിൽ നിന്ന് മാറിയിട്ട് ഒറിജിനൽ അഡ്മിഷനായിട്ട് മാറുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ റിസർവേഷൻ ഉണ്ട്, അവിടെ മൊത്തം സീറ്റുകളിലൊക്കെ റിസർവേഷൻ ഉണ്ട്. റിസർവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ആസ് റിസർവ്ഡ് 15% സീറ്റ് ആർക്കാ എന്ന് വെച്ചാൽ SCക്ക് 15, എസ് ടിക്ക് പറയുന്നത് 7.5 ആണ്. STക്ക് 7.5%. ഏറെ ശതമാനം സീറ്റുകൾ ST ട്രൈബിനാണ്. 27% OBCക്കാണ്. 27% OBCക്ക് 27% ഉണ്ട്. പിന്നെ 10% EVSന്, ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനാണ്. പിന്നെ 5% ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുമാണ് അവരെന്തായിട്ടുള്ളത് ഇങ്ങനെ സീറ്റ് വേക്കൻസി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി എന്താകുന്നുള്ളത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമുക്കിനി അവിടുത്തെ ഒരു ആവറേജ് ഫീ എത്ര ആവുമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അവിടുത്തെ ഫീയുടെ കാര്യങ്ങൾ നോക്കുമ്പം വളരെ അത്ര വലിയൊരു ഫീ ആയിട്ടൊന്നും നമുക്ക് നോക്കണ്ട. കാരണം 4 വർഷമാണ്. നമ്മൾ നാട്ടിൽ തന്നെ 2 വർഷത്തെ ഡിഗ്രിക്ക് തന്നെ നല്ല പൈസ ആവുന്നുണ്ട്. അപ്പോൾ 4 വർഷം നമ്മൾ ഡിഗ്രിയും പഠിക്കുകയാണ്, BEd കൂടെ പഠിക്കണം. അപ്പം ഇത് കോഴ്സ് ഫീ മാത്രമാണ്, നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ അതൊന്നും ഇതിൽ പെടില്ല. ഇതിൽ വരുന്നത് BSc BEdൻ്റെത് മാത്രമാണ് നമ്മൾ നോക്കുന്നെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് സെമ്മിന് തന്നെ 28,000 രൂപ, സെക്കൻഡ് സെമ്മിന് 5,200, തേർഡ് സെമ്മിന് 16 അല്ലേ. ഓക്കെ, ഒരു ആവറേജ് എത്ര പോകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 28 വരുന്നുണ്ട്. ആവറേജ് ആണ് കൂട്ടുന്ന, അപ്രോക്സിമേറ്റ് അല്ല. 28,000 + 5,000 + 16,000 + 5,000 + 16,000 + 5,000 + 16,000 + 5,000 അല്ലേ. ഓക്കെ, മൊത്തം 1 2 3 4 5 6 7 8 സെമ്മാണ് വരിക. നമുക്കറിയാം അല്ലേ. 28 28ഉം 5ഉം 33 33ഉം 6ഉം 33 6 39 44 50 55 61 61ഉം 5ഉം 66. 6 6 2 8 8 1 9 9 10 11 അല്ലേ. 1,16,000 അപ്രോക്സിമേറ്റ്ലി 1,16,000 ആണ് 4 വർഷത്തേക്ക് BSc BEdന് വരുന്നത്. അത് BA BEdന് കുറച്ച് കുറയുന്നുണ്ട് അല്ലേ. 2,000 1,000 ഒക്കെ കുറയുന്നുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ആ 1,00,000 1.20 അല്ലേ, 1,20,000 4 വർഷത്തെ ഫീ ആണ് പറയുന്നത്. വലിയൊരു ഫീ ആയിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, ഇത്രയും ഫീയുടെ സ്ട്രക്ചറൊക്കെ ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളാണ് ഇവിടെ എത്തണമെങ്കിൽ 4 വർഷം കൂടി ഡിഗ്രിയും BEdും ലഭിക്കുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഈ NCET എക്സാമിൽ ഈ വിഷയങ്ങൾ എഴുതിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ആ നല്ല മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇപ്പോഴേ നിങ്ങൾ അല്ലേ ഹൗസ് ടു സ്റ്റാർട്ട്, എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം, ഹൗ ടു സ്റ്റാർട്ട് അല്ലേ യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് എങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാം, അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളത് ഒന്നാമത്തത്, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചൂസ് യുവർ സബ്ജക്ട്സ് അല്ലേ. നിങ്ങളിപ്പോൾ BA BEd ആണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ അതിൻ്റെ സബ്ജക്റ്റ് ചൂസ് ചെയ്യണം. ചൂസ് യുവർ സബ്ജക്ട്സ് അല്ലേ. BA BEd ആണെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ്, അതായത് ആ 3 സബ്ജക്റ്റ് ഇപ്പം ക്ലിയർ ആണ്. എക്കണോമിക്സും ഹിസ്റ്ററിയും നിർബന്ധം എഴുതണം. മൂന്നാമത്തെ നിങ്ങൾ തീരുമാനിക്കുക, ആദ്യം അത് ഉറപ്പിക്കുക. എന്നിട്ട് രണ്ടാമത്തെ എന്താണ് അല്ലേ, അണ്ടർസ്റ്റാൻഡ് യുവർ സിലബസ്. അണ്ടർസ്റ്റാൻഡ് സിലബസ്
നിങ്ങൾ ഈ എക്സാമിന് എന്തൊക്കെ ചോദിക്കുക, എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത്, എവിടെ നിന്നാണ് ചോദിക്കുക, അതായത് സിലബസ്, ഇതിൻ്റെ ഓരോ വിഷയത്തിൻ്റെ സിലബസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തത് നിങ്ങൾക്ക് എക്സാമിൻ്റെ സിലബസും പാറ്റേൺസും, അത് നമുക്ക് എജുപ്ലസിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ കഴിയും അല്ലേ. 160 ക്വസ്റ്റ്യൻസാണ് മൊത്തം വരുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസാണ് ലാംഗ്വേജിൽ നിന്ന് വരുന്നത്? 20 + 20 40 ക്വസ്റ്റ്യൻസ് ലാംഗ്വേജിൽ നിന്ന് അല്ലേ. ഡൊമൈൻസ് 3 വരുന്നത് എന്താണ്? 25 + 25 + 25 അല്ലേ, 75 ക്വസ്റ്റ്യൻസ് ഡൊമൈൻസ് നിന്ന്. പിന്നെ അടുത്ത 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആയിട്ട് 20ഉം 25ഉം ആയിട്ട് മൊത്തം 160 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ ഡൊമൈൻസ് നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യൻസിലെ 75 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിനും പ്ലസ് ആണെങ്കിൽ 4 മാർക്ക്, മൈനസ് ആണെങ്കിൽ 1 മൈനസ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കുക, എക്സാം ക്രൈറ്റീരിയ മനസ്സിലായിട്ടും. അപ്പം സിലബസ് മനസ്സിലാക്കിയ പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം? +2 ആയിട്ട് നിങ്ങളിപ്പോൾ +2 ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേങ്കിൽ ആ +2വിനെ ഒഴിവാക്കിയിട്ട് അതും ഇതും വേറെ എന്നല്ല കണ്ടത്, ഇൻ്റഗ്രേഷനാണ്. നിങ്ങൾ +2വിൻ്റെ ഒപ്പരം ഇത് എക്സാമിനുള്ളതാണ്, ഇൻ്റഗ്രേഷനാണ്, ബോർഡുമായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ പിന്നെ അപ്പം നിങ്ങൾ +2 പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങൾ ഇത് NCERTക്ക് ചോദിക്കുന്നതാണ്, മനസ്സിലാക്കി പഠനം തുടങ്ങാം. പിന്നെ ഇതിന് NCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ സിലബസ്. അതായത് +2 സിലബസ് വരുന്നത് കംപ്ലീറ്റ്ലി +2 NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അത് കവർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. പിന്നെ ഏറ്റവും പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കുടക്കീയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ വരിക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എജുപ്ലസ് തന്നെയാണ്. കാരണം നമ്മളതിൽ വർക്ക് ചെയ്യുന്നു, നമുക്കറിയാം നമ്മൾ എത്രത്തോളം കാലിബറാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ എത്രത്തോളം ടോപ്പാണ് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാനാവും. അപ്പോൾ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റ്, നിങ്ങൾ ഈ +2വിൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടേ നിങ്ങൾ കാര്യമുള്ളൂ. മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതെ ആരും എവിടെയും എത്തില്ല. കാരണം മോക്ക് ടെസ്റ്റുകളും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നിങ്ങൾ നോക്കേണ്ടത്. ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ, പിന്നെ PYQ ടെസ്റ്റുകൾ, ഇത് 3ഉം നിങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അത് നന്നായിട്ട് വൃത്തിക്ക് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് NCERT എക്സാം ക്വാളിഫൈ ചെയ്യാനാവുള്ളൂ. അപ്പോൾ ഇത് 3ഉം നിങ്ങൾക്ക് ഒരു കുടക്കീയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എജുപ്ലസിനെ സമീപിക്കാം. ഷുവർ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ. എജുപ്ലസ് ആപ്ലിക്കേഷനിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് എന്താവുന്നത് നമുക്ക് കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ എജുപ്ലസ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BSc B.Ed ആണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ BA B.Ed ആണ് വേണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് BSc B.Ed നോക്കാം. ഓക്കെ. BSc B.Edൽ നിങ്ങൾക്ക് അവിടെ വേണ്ടത് ഏതൊക്കെയാണ്? കെമിസ്ട്രി ഉണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ, സിലബസ് ഇൻട്രൊഡക്ഷൻ അടക്കമുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് മാത്സിൻ്റെ ക്ലാസ്സുകളുണ്ട്, അപ്ലൈഡ് മാത്സും പ്യുവർ മാത്സും മാത്തമാറ്റിക്സിൻ്റെത്. പിന്നെ ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ. ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയലുകളും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് ഇതിലൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റുകൾ വേണമെങ്കിൽ ഇവിടെ വരിക. നമുക്ക് BSc B.Edൻ്റെ ടെസ്റ്റുകൾ അവൈലബിൾ ആണ് അല്ലേ. ഹ്യൂമൻ പ്രിപ്പറേഷനൊക്കെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. മെഗാ ടെസ്റ്റുകളിലേക്ക് വരുമ്പോൾ ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇതിൽ നമുക്ക് ടെസ്റ്റായിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ കോഴ്സസിലേക്ക് തന്നെ വരികയാണ്. ഇനി BSc B.Edൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി BA B.Ed ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കേണ്ട എക്കണോമിക്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഹിസ്റ്ററിയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ. ഇനി പൊളിറ്റിക്കൽ സയൻസും ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ BSc B.Ed ഇതിൻ്റെ ഡൊമൈൻ ടെസ്റ്റ് സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജനറൽ ടെസ്റ്റ് അഥവാ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ജനറൽ ടെസ്റ്റും ലാംഗ്വേജും അല്ലേ. ലാംഗ്വേജസിൽ ഇംഗ്ലീഷിൻ്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ്. ഓക്കെ. അതിൽ സ്റ്റഡി മെറ്റീരിയലുകളൊക്കെ അവൈലബിൾ ആണ്, റീഡിംഗ് കോംപ്രഷൻ്റെ സ്റ്റഡി മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നീട് വരുന്നത് PYQs ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ജനറൽ ടെസ്റ്റിലേക്ക് വരുമ്പം ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ അഡ്മിഷൻ കൗൺസിലറുടെ നമ്പർ, അപ്പോൾ അതിൽ കണക്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വഴി നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു പാക്കേജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ പാക്കേജിനെ കുറിച്ചും കൂടുതൽ കോച്ചിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ താഴെയുള്ള അഡ്മിഷൻ കൗൺസിലറുടെ നമ്പറിൽ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ. നല്ല
മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്, കമൻറ്റിൽ ചോദിക്കുക. സംശയങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.